Hello, Hannah. Very good evening. Okay. So, yeah, let me do the intro first. Okay. So, hello, welcome everyone to 90 Plus Double Power Tuition, the world's first learning assurance model. So, before we start today's class, let me explain how our 90 Plus Double Power model works. So, this system is basically designed to help you understand clearly and score higher marks. So, on day one, we will learn the concept in a highly interactive way. So you can ask questions freely, clear all your doubts, and actively participate. So my goal is to make sure you understand each and every bit of the concept that I have been teaching. On day two, we will take the same topic again. You must come prepared, okay? Which is a very important thing because I will ask questions and also make you write answers to those questions. And it's mainly done to ensure that you have studied properly. Okay, so this will improve your memory, writing practice, and exam confidence. Alehana, Yes, ma'am. so are you prepared? Yes, ma'am. Prepared ആണോ ഇന്ന്? Yes, ma'am. Okay, we will see. Okay. So ഇന്നലെ എന്തായിരുന്നു നമ്മൾ എടുത്തത്? Rotational symmetry with the വിത്ത് radial റേഡിയൽ arms. റേഡിയൽ ആംസ് അല്ലേ? അതിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? നമ്മളുടെ റൊട്ടേഷണൽ സിമെട്രി എന്താണെന്ന് പറഞ്ഞു. ഒന്നും കൂടി നമ്മൾ എന്താണ് റേഡിയൽ ആംസ് എന്ന് പറഞ്ഞു അല്ലേ? എന്താണ് ഓർഡർ എന്ന് ഞാൻ പറഞ്ഞു തന്നു അല്ലേ? ഓർഡർ എന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞു തന്നു. എങ്ങനെയാണ് അതിന്റെ ആംഗിൾസ് കണ്ടുപിടിക്കുന്നതെന്നും കൂടി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ആങ്കിൾസ് കണ്ടുപിടിക്കുന്നത് പറഞ്ഞു തന്നു. പിന്നെ എങ്ങനെയാണ് നമ്മളുടെ ആങ്കിൾസ് ഓരോരോ ആംസിനെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തന്നു. എല്ലാം ഓക്കെ ആയിരുന്നു അല്ലേ? സോ എവറിത്തിങ് ഇസ് ക്ലിയർ ഹന? Yes, ma'am. എല്ലാം ക്ലിയർ ആണോ ഇന്ന്? Yes, ma'am. ഇന്ന് സ്കൂളിൽ പോയായിരുന്നു ഹന? Yes, ma'am. അയ്യോ, എന്താണ് ഇന്ന് ഉണ്ടായത് സ്കൂളില്? പഠിപ്പിച്ചായിരുന്നു. പിന്നെ എക്സാമിന് റിവിഷൻ ചെയ്യിപ്പിച്ചു. പിന്നെ ആക്ടിവിറ്റീസ്. ഓക്കെ, നിങ്ങളുടെ ക്വാർട്ടർലി എക്സാം എപ്പോഴാണ് വരുന്നത് ഹന? നമുക്ക് യൂണിറ്റ് 1 10-ാം തീയതി. ജൂലൈ 10-നോ അതോ ഓഗസ്റ്റ് 10-നോ? ജൂലൈ 10-ന്. നിങ്ങൾക്ക് ക്വാർട്ടർലി എക്സാം ഉണ്ടാവാറില്ലേ ഹന? ഹാഫ് ഇയർലി എക്സാം, ക്വാർട്ടർലി എക്സാം? ഉണ്ട് മാം. ഓഗസ്റ്റ് സെപ്റ്റംബർ. ഓഗസ്റ്റ് ആണോ? യെസ് മാം. ഓക്കെ. സോ ഇന്ന് മാത്സ് എങ്ങനെ ഉണ്ടായിരുന്നു ഹന? നിങ്ങളുടെ ക്ലാസ്സിൽ എടുത്തതാണോ ഇത് സിമെട്രി? ഞങ്ങൾക്ക് വേറെ ബുക്കാ. നിങ്ങള് സി ബി എസ് ഇ തന്നെയല്ലേ? മാം പക്ഷെ NCERT-യുടെ ബുക്കല്ല. അല്ലേ? ഓക്കെ. അന്നേരം അതില് ഈ ചാപ്റ്റർ ഉണ്ടോ? യെസ് മാം. ഓക്കെ, എന്നിട്ട് സ്കൂളിൽ അത് എടുത്തുവോ? നോ മാം. പിന്നെ അവിടെ എന്തുണ്ട് വിശേഷം ഹന? ചൂടാണോ മഴയാണോ? എന്താണ് വിശേഷം? വൈകിട്ട് മഴ ഉണ്ടായിരുന്നു. മഴയുണ്ടായിരുന്നോ? യെസ് മാം. ഇവിടെ നല്ല കാറ്റാ. മാമിന്റെ സ്ഥലം എവിടാ? എന്റെ സ്ഥലം കേരള കണ്ണൂറാണ് കേട്ടോ. അറിയോ കണ്ണൂർ? യെസ് മാം. നിങ്ങൾ എവിടെയാ കേരളത്തില്? പത്തനംതിട്ട. പത്തനംതിട്ടയാണോ? ബേസിക്കലി ഐ എം ഫ്രം കേരള ബട്ട് നൗ ഐ എം ലിവിംഗ് ഇൻ ബാംഗ്ലൂർ. ഓക്കെ. ഓക്കെ, എന്നാ നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാം ഹന? യെസ് മാം. Okay, so I'm going to share my screen, and if you have any problem regarding the visibility of my screen, please inform me. Okay. ഓക്കെ മാം. Okay. So, yeah.
have shared my screen. So is my screen visible to you, Hannah? Is it Yes, ma'am. okay? Yes, ma'am. Okay, Hannah. So welcome to day 3 workout. Okay. Day 3 workout time. ഇതാണ് നിങ്ങളുടെ first question. Draw a flower with 6 petals that has radial symmetry. Please draw, Hannah. Take your book and this is your first question. So start answering the questions. Okay. Draw a flower. ആദ്യം നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആദ്യം ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രം ചെയ്താൽ മതി. Draw a flower with 6 petals, okay, that has radial symmetry. Hannah, what happened to your camera? മാം Hello. ചെയർ മാറ്റാണ്. അതെ, okay, okay. Draw a flower with 6 petals, okay, that has radial symmetry. മാം എന്നിട്ട് മാർക്ക് ചെയ്യണ്ടല്ലോ, മറ്റേ ഫ്ലവർ മാത്രം വരച്ചാ പോകും. ആ മതി. Draw a flower എന്നല്ലേ പറയുന്നുള്ളൂ. എങ്ങനെയാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്, ഹന? ലൈൻ അങ്ങനെ വരക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ വരച്ചോളൂ. നിങ്ങളുടെ ആംഗിൾ എല്ലാം എടുത്തിട്ട് അരക്കുന്നില്ലേ? അങ്ങനെ നിങ്ങൾക്ക് സ്കൂളിൽ എടുത്തിട്ടുണ്ടായിരുന്നോ? ആ മാം. ഓക്കെ, എന്നാ അങ്ങനെ വരച്ചോളൂ. നിങ്ങൾക്ക് ഇപ്പം 6 പെറ്റൽസ് ഉണ്ട്. സോ ഓരോ പെറ്റലിന്റെയും ആംഗിൾ എത്രയാണെന്ന് നോക്കിയിട്ട് അതിന് കണക്കായിട്ടുള്ള ലൈൻ വരച്ചിട്ട് യു ക്യാൻ ഡ്രോ ദ പെറ്റൽസ് അറൌണ്ട് ദാറ്റ് ലൈൻ. ഓക്കെ ഓക്കെ ഹന? ഓക്കെ. മാം ഫ്ലവർ വരച്ചു. Can you show me, Hana, against the camera? Okay, Hana. Very good. Okay. So please do the second question. Your second question is, a sea creature has 7 arms arranged in a circle. Okay. ഒരു സീ ക്രീച്ചർ ഉണ്ട്, അതിന് 7 arms ഉണ്ട്, which is arranged in a circle. Okay. How many lines of symmetry does it have?
അതാണ് ക്വസ്റ്റ്യൻ. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? എ സീ ക്രീച്ചർ ഹാസ് 7 arms, okay, which are arranged in a circle. ഒരു സർക്കിളിൽ 7 arms are arranged, okay, of a sea creature. You have to tell me how many lines of symmetry does it have? മാം Okay. സർക്കിളിനകത്ത് മറ്റേ 7 ആംസ് വരച്ചിട്ടല്ലേ നോക്കണ്ടേ? എന്താണ്? സർക്കിളിന്റെ അകത്ത് 7 ആംസ് വരച്ചിട്ടല്ലേ നോക്കണ്ടേ? സർക്കിളിന്റെ അകത്ത് എന്താണ്? സർക്കിളിന്റെ അകത്ത് 7 ആണെങ്കിൽ 7 ആംസ് വരച്ചിട്ട്. ആ അതെ, അങ്ങനെ നോക്കിക്കോളൂ കേട്ടോ. ഹന ഓവർ. ഞാൻ ഹന ജസ്റ്റ് വരക്കുന്നതിന് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞാലും മതി. എ സീ ക്രീച്ചർ ഹാസ് 7 arms അറേഞ്ച്ഡ് ഇൻ എ സർക്കിൾ. 7 arms ഉണ്ട്, അറേഞ്ച്ഡ് ഇൻ എ സർക്കിൾ. ഒരു സർക്കിളിന്റെ അകത്ത് ഒരു സെന്ററിൽ ഒരു സീ ക്രീച്ചറിനെ വെച്ചോളൂ. അതിനൊരു 7 arms നമ്മൾ സർക്കിളിലേക്ക് പോയാൽ മതി. ഹൗ മെനി ലൈൻസ് ഓഫ് സിമെട്രി ഡസ് ഇറ്റ് ഹാവ്? സെവൻ. വെരി ഗുഡ്, ഓക്കെ, വെരി ഗുഡ് ഹന. താങ്ക് യു മാം. ഓക്കെ, സോ ഇതിന്റെ ഫസ്റ്റ് എന്താണ് വരുന്നത്? ഓക്കെ, ഇതിനൊരു പെറ്റൽ നമ്മൾ അറേഞ്ച് ചെയ്തു. ഇറ്റ്സ് ഓക്കെ. സോ സെക്കൻഡിന്റെ ആൻസർ ഇസ് 7. ഓക്കെ, വെരി ഗുഡ്. Now, this is your third question. How many lines of symmetry and ankles of symmetry does Ashoka Chakra have? Okay, ഞാൻ ഇവിടെ പറയാൻ എന്താണ് പറ്റും. കൊടുത്തിട്ടുള്ളത്? അത് ആങ്കിൾസും വേണമല്ലോ ഹന. ആങ്കിളിന്റെ വാല്യൂ എനിക്ക് വേണമല്ലോ. സോ പ്ലീസ് ഫൈൻഡ് ദ വാല്യൂസ്. ഓക്കെ, അകത്തുള്ള അത് എണ്ണണോ? ആ ഉള്ളില് അകത്തുള്ളത് എണ്ണിയാൽ മാത്രല്ലേ നമ്മൾക്ക് എത്ര ലൈൻസ് ഓഫ് സിമെട്രി ഉണ്ട്, എത്രയാണ് ആങ്കിൾസ് എന്ന് മനസ്സിലാവുള്ളൂ, അല്ലേ?
ആദ്യം എന്ത് ചെയ്യണം? You have to count the lines, okay? You have to count the lines. പിന്നെ എന്നിട്ട് എന്ത് ചെയ്യണം? എന്നിട്ട് അതിന്റെ ആംഗിൾസും ആ ലൈൻസ് കൗണ്ട് ചെയ്തിട്ട് എത്ര ലൈൻസ് ഓഫ് സിമെട്രി ഉണ്ടെന്ന് പറയുകയും ചെയ്യണം. അതിന്റെ ആംഗിൾസും, ഓക്കെ? ആംഗിൾസ് കണ്ടുപിടിക്കേണ്ടത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. Yes, ma'am. യെസ്, പ്ലീസ് ഫൈൻഡ് ഇറ്റ്, ഓക്കെ? How many lines of symmetry and angles of symmetry does Ashoka Chakra have? Over, Hana? മാം കഴിഞ്ഞു. പക്ഷെ ചെറുതായിട്ട് തെറ്റുന്ന തോന്നുന്നു. അതെയോ? എത്ര ലൈൻസ് ഓഫ് സിമെട്രി കിട്ടി, ഹന? How many lines are there? മാം അതിന്റെ അകത്ത് 24 ലൈൻസ് ഉണ്ട്. സിമെട്രി Okay. ഇൻഫിനൈറ്റ്. അതിങ്ങനെ ഇൻഫൈനൈറ്റ് ആവും, ഹന. അതിനുള്ളിൽ ലൈൻസ് ഉണ്ടല്ലോ, സർക്കിൾ മാത്രല്ലല്ലോ. ഈ സെക്കൻഡ് ക്വസ്റ്റ്യനില് സീ ക്രീച്ചറിന് 7 ആംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതില് എത്ര ലൈൻസ് ഓഫ് സിമെട്രി ആണ് കിട്ടിയത് ഹനക്ക്? 7. 7. എന്തുകൊണ്ട്? 7 ആംസ് ഉള്ളതുകൊണ്ട് അല്ലേ? ഇവിടെ നമ്മൾക്ക് എത്ര ലൈൻസ് ആണ് ഉള്ളത്? സെന്ററിന്ന് ആ സർക്കിളിന്റെ ഔട്ടർ എഡ്ജിലേക്ക് എത്ര ലൈൻസ് ഉണ്ട്? 24. So how many lines of symmetry will be there? 24. Angles, please find the angle value, Hana. മാം ആംഗിൾ വാല്യൂ കണ്ടുപിടിച്ചു. അത് ഇത്തിരി തെറ്റുണ്ട്. എത്രയായിരുന്നു കിട്ടിയത് ആംഗിൾ വാല്യൂ, ഹന? 170 ഡിഗ്രി. 170 ഡിഗ്രി ഒക്കെ കിട്ടുമോ? 170 ഒക്കെ കിട്ടുമോ? ഓക്കെ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നോക്കൂ. അശോക ചക്ര ഹാസ് ഹൗ മെനി സ്പോക്സ്? 24 സ്പോക്സ് അല്ലേ? സോ 24 സ്പോക്സ് എത്ര പെയേഴ്സ് ആണ്, ഹന? 12 പെയേഴ്സ് അല്ലേ? ഓക്കെ. സോ ലൈൻ ത്രൂ ആൻ ഓപ്പോസിറ്റ് പെയർ ഇസ് എ ലൈൻ ഓഫ് സിമെട്രി. നമുക്ക് ഫുൾ ആയിട്ട് നോക്കണമല്ലോ. 24 സ്പോക്സ് ആണ് അല്ലേ? 24
എന്ന് വെച്ചാൽ എന്താണ്, ഇവിടുന്ന് ഈ സെന്ററിന്ന് 24 സ്പോക്സ് ആയിട്ടാണ് പോകുന്നത്. സോ നമ്മൾ ലൈൻ ഓഫ് സിമെട്രി എന്ന് പറയുമ്പോൾ ഈ എൻഡിന്ന് ഈ എൻഡ് വരെയുള്ളതാണല്ലോ എടുക്കുന്നത്. സോ 24 ലൈൻസ് ഉണ്ടെങ്കിൽ 24 ലൈൻസ് എന്ന് വെച്ചാൽ എന്താണ്, ഇവിടെ നിന്നാണ് 24 ഉള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് ഫുള്ള് എത്രയാണുള്ളത്, 12 പെയേഴ്സ്. ഓക്കെ, 12 പെയേഴ്സ് ആണ് ഉള്ളത് അല്ലേ. കാരണം ഇവിടെ ഒരു പെയർ എന്ന് വെച്ചാൽ ഇതായി 1 2 3 4 5 ഇത് ഫുൾ ആണ് എന്ത് 24 ലൈൻസ്. ഓക്കെ, അപ്പം നമ്മൾക്കറിയാം എന്താണ് ഒരു സർക്കിളിന്റെ ലൈൻ ഓഫ് സിമെട്രി എന്ന് വെച്ചാൽ എന്താണ്, ഇവിടുന്ന് ഇവിടെ വരെ അല്ലേ. അതിന്റെ സെന്ററിന്ന് ഫ്രം വൺ എൻഡ് ടു ദി അതർ എൻഡ് അത് എന്തായാലും പാസ് ചെയ്യണം. സോ ഇവിടുന്ന് എന്താണുള്ളത്, ഇത് ഒരു ലൈൻ ആണെങ്കിൽ ഇത് സെക്കൻഡ് ലൈൻ ആണ്. സോ അങ്ങനെയാണ് ഇവിടെ എത്ര ലൈൻസ് ഉള്ളത്, 24 ലൈൻസ് അല്ലേ. അപ്പൊ 24 ലൈൻസ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഫുള്ളായിട്ട് പാസ് ചെയ്യുന്നത് എത്രയേ കിട്ടൂലൂ, 12 ലൈൻസ് അല്ലേ. മനസ്സിലായിനോ അന? 12 ലൈൻസ് ഓഫ് സിമെട്രി. ഇനി ആംഗിൾ കാണേണ്ട ഫോർമുല എന്താണ് ഹന? ആംഗിൾസ് ഓഫ് സിമെട്രി കാണേണ്ട ഫോർമുല എന്താണ്? 360 divided by ഡിവൈഡഡ് ബൈ 24. 24. എത്രയാണ് കിട്ടിയത്? 12. 12 വരില്ല. നോക്കൂ, ഇവിടെ നമ്മൾക്കിപ്പോ 12 ലൈൻസ് ഓഫ് സിമെട്രിയിലില്ലോ. സോ 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ എത്രയാണ് വേണ്ടത് ഹന? 24. എത്ര ലൈൻസ് ഓഫ് സിമെട്രി ആണ് ഉള്ളത് ഇവിടെ? 12. 12. സോ ദ ആംഗിൾ വാല്യൂ കാണാൻ എന്താ ചെയ്യേണ്ടത്, 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ 12. 12 എത്രയാണെന്ന് കണ്ടുപിടിക്കൂ ഹന. 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ 12 എത്രയാണ്? 3. 3 ആണോ? 36 ഡിവൈഡഡ് ബൈ 12 ആണ് 3. 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ 12 എത്ര കിട്ടും ഹന? 30. 30 ഡിഗ്രി അത്രേ ഉള്ളൂ കേട്ടോ. ഇതാ എത്ര വന്നു, ദിസ് ഇസ് 30 ഡിഗ്രി. ഓക്കെ, സോ 30 പിന്നെ എന്ത് പോവാം, പിന്നെ 60 ആക്കാം, 90. ഓക്കെ, 120, 150, 180, 210, 240, 270, 300, 330, then 360. പ്ലസ് 30 പ്ലസ് 30 വെച്ചിട്ട് പോകുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ ഹന? Yes, ma'am. എങ്ങനെയാണ് 12 പെയേഴ്സ് കിട്ടിയതെന്ന് മനസ്സിലായിനോ? മാം, ആ 12 പെയേഴ്സ് കിട്ടിയത് ആദ്യം ഞാൻ പറഞ്ഞത് നോക്കൂ, ഇവിടുന്ന് ഇത്ര വരിയുള്ളതാണ് അവിടെ 1 കണക്കാക്കുന്നത് കണ്ടോ. സെന്ററിന്ന് ഒരു എൻഡ് വരുന്നത് 1, അങ്ങനെ 2, 3, അങ്ങനെ പോയി 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 അങ്ങനെയാണ് ഇത് എന്ത് ലാസ്റ്റ് 24 ആകുന്നത്. പക്ഷെ ലൈൻ ഓഫ് സിമെട്രി എന്ന് വെച്ചാൽ എന്താണ് ഹന, ഈ എൻഡിന്ന് ഈ എൻഡ് വരെ വരണം അല്ലേ. ഒരു പെർട്ടിക്കുലർ വൺ എൻഡ് ഓഫ് എ സർക്കിൾ ടു ദി ഓപ്പോസിറ്റ് എൻഡ് ഇത്ര വരെ പോണം അല്ലേ. അപ്പം ഇത്ര വരെ പോകുന്നുണ്ടെങ്കിൽ 2 ലൈൻ കൂടിയിട്ടാണ് ഒരു ലൈൻ ഓഫ് സിമെട്രി വരുന്നത് ആണല്ലോ. 1 2 ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നിങ്ങളുടെ ഫസ്റ്റ് ലൈൻ, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നിങ്ങളുടെ സെക്കൻഡ് ലൈൻ. സോ 2 ലൈൻസ് കൂടിയിട്ടാണ് ഒരു ലൈൻ ഓഫ് സിമെട്രി വരുന്നത് അല്ലേ. സോ 24 ലൈൻസ് ഉണ്ട്. അപ്പോൾ എത്രയായി അത്, 24 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് 12 ലൈൻസ് ഓഫ് സിമെട്രി. ക്ലിയർ? ക്ലിയർ ഹന? Yes, ma'am. ഓക്കെ, ഇനി നമ്മൾക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഗിവ് ദി ഓർഡർ ഓഫ് റൊട്ടേഷണൽ സിമെട്രി ഫോർ ഈച്ച് ഫിഗർ. ഇതിന്റെ ഓർഡർ കണ്ടുപിടിക്കണം. മാം, നടക്കത്തെ ക്വസ്റ്റ്യനിന്റെ എക്സിനകത്ത് അത് മറ്റേ ഫിഗർ ആ നടക്കൊരു വര കൊടുത്തേക്കുന്ന ഏതാണ്? എക്സ്.
ഇതാണോ? ഉം. ആ മാമ കാർഡ്ബോർഡ് ആയിട്ട് എന്തായിരുന്നു? ആ നടക്ക് ഒരു ചരിഞ്ഞ വര കൊടുത്തേക്കുന്നത് ഉണ്ട്. ഏത് ഫിഗർ ആണ്? ഞാൻ ഇതിന് ഫിഗർ നമ്പർ ഇടാം. 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, ഇത് 6. ഏത് ഫിഗർ ആണ് ഹന? സെക്കൻഡ് ഫിഗർ. ഈ സെക്കൻഡ് ഫിഗറിൽ ഇത് കൊടുത്തതാണോ? ഇത് കൊടുത്തതാണോ? യെസ് മാം. ഇത് അതിന്റെ ആംഗിൾ കാണിച്ചതാണ് കേട്ടോ. ദിസ് ഇസ് 80° ആംഗിൾ. ഓക്കെ, അതിന്റെ ആംഗിൾ കാണിച്ചതാണ് കേട്ടോ ഇത്. ഓക്കെ, ഇനി ഇതിന്റെ എനിക്ക് ഓർഡർ പറഞ്ഞു തരണം ഹന. ഓർഡർ എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങൾക്ക് റൊട്ടേഷണൽ സിമെട്രി ചെയ്താൽ ഓക്കെ, എത്ര പ്രാവശ്യം ആ 360° ആവുമ്പോഴത്തേക്ക് അതെന്താകും? ഇറ്റ് വിൽ ബി എക്സാക്ട്ലി സിമിലർ ടു ദി ഒറിജിനൽ ഫിഗർ. യു നോ ദാറ്റ് അല്ലേ? അറിയില്ലേ ഹനക്ക്? വേഗം കണ്ടുപിടിച്ചോളൂ ഹന. 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്, സമയമെടുത്ത് ആലോചിച്ച് കണ്ടുപിടിച്ചോളൂ. മാം എക്സിന്റെ എല്ലാ സൈഡും ഈക്വലാ? എക്സിൻ്റെതോ? അല്ലല്ലോ, എക്സിന്റെ എല്ലാ സൈഡും ഈക്വൽ അല്ല, ആംഗിൾസ് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഇവിടെ 80 ആണെങ്കിൽ ഇവിടെയും 80° ആയിരിക്കും, പക്ഷെ ഇവിടെയുള്ള ആംഗിൾ 100 ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പം എല്ലാ സൈഡും ഈക്വൽ അല്ല. അല്ലല്ലോ, രണ്ട് സൈഡ് മാത്രമേ ഈക്വൽ ഉള്ളൂ. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. മാം ലാസ്റ്റ് ഫിഗർ ഹെക്സഗൺ അല്ലേ? എത്ര സൈഡ്സ് ഉള്ളത് ഹന അതില്? അല്ലെങ്കിൽ എത്ര ലൈൻസ് അല്ലെങ്കിൽ എത്ര പോയിന്റ്സ് ആണ് ഉള്ളത് അതില്? 5. 5. അപ്പൊ അത് ഹെക്സഗൺ ആണോ? മാമ 6 ഉള്ളതാണ് ഹെക്സഗൺ. 5 ഉള്ളതിന് എന്താണ് പേര് ഹന? പെന്റഗൺ. പെന്റഗൺ. വെരി ഗുഡ്. ഓക്കെ, സോ ഇറ്റ്സ് എ പെന്റഗൺ. മാം കഴിഞ്ഞു. കംപ്ലീറ്റ് ആണോ? ഒന്നും കൂടി ആൻസർ നോക്കൂ കൃത്യമായിട്ട്. എല്ലാം ശരിയാണോ എന്ന് ഒന്നും കൂടി ചെക്ക് ചെയ്യൂ. എല്ലാം ഓക്കെ ആണോ? യെസ് മാം. സോ പറഞ്ഞോളൂ ഹന, വാട്ട് ഈസ് ആൻസർ ഫോർ ദ ഫസ്റ്റ് ഫിഗർ? What is the 1, order of rotational symmetry for the first figure? 2. 2. Okay. What is the answer for the second one? 2.
Okay, fine. What is the answer for the third one? 2. Answer for the third question, third figure? 2. 2 ആണോ? ആ Ma'am, 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താലും അത് 2 പ്രാവശ്യം മാത്രമേ നമ്മുടെ ഒറിജിനൽ ഫിഗർ പോലെ ഉണ്ടാവുള്ളൂ. ആംസ് ma'am, ഉള്ളതിനെ എങ്ങനെയാണ് നോക്കേണ്ടത് ഹന? ആംസ് ഉണ്ടല്ലോ അതിന്. എത്ര ലൈൻ ഓഫ് സിമെട്രി ഉണ്ട് അതിന് ഹന? ഓക്കെ, നമുക്ക് തേർഡ് ക്വസ്റ്റൻ അങ്ങനെ വിടാം. ഫോർത്തിന്റെ ആൻസർ എത്രയാണ് ഹന? all. എന്താ? Fourthന്റെ ഫോർത്തിന്റെ ആൻസർ എത്രയാണ് ഹന? 360. ഓർഡർ 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 1. 1 2 3 ആ റേഞ്ചിലാണല്ലോ. എത്രയാണ് വരുന്നത് 1. അതിന്റെ ഓർഡർ? 1. 1 ആണോ? ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യന്റെ എത്രയായിരുന്നു ആൻസർ ഹന? all. ഓൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഹന? ഓർഡർ പറയൂ, ഓർഡർ എത്രയാണ്? 4. 4. 4. 4. ഓക്കെ, ആറാമത്തെ ക്വസ്റ്റ്യന്റെ എത്രയായിരുന്നു ഓർഡർ ഹന? 1. ഓക്കെ, സി. ഓക്കെ, ഓക്കെ, എയും ബിയും ഓക്കെ, പക്ഷേ സി തെറ്റാണ്, ഡി ഇറ്റ്സ് തെറ്റാണ്, ഫോർത്ത് വൺ ശരിയാണ്, ഫിഫ്ത് വൺ തെറ്റാണ്. എന്തായിരിക്കും മിസ്റ്റേക്ക് വന്നത്? നമ്മളുടെ തേർഡ് ക്വസ്റ്റ്യനില് നമ്മൾക്ക് എത്ര ആംസ് അല്ലെങ്കിൽ എത്ര ഇതുണ്ട് നിങ്ങളുടെ ഈ സ്റ്റാറിന്റെ 5. കേസിലെ? സ്റ്റാറിന്റെ കേസിൽ നമ്മൾക്ക് 6 ആംസ് ഉണ്ട് അല്ലേ? ഉണ്ടല്ലോ. നമ്മൾ ഈ ഫസ്റ്റ് സ്റ്റാറിനാ, എന്താ ഈ ഈ ഒരു പോയിന്റിനാ നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇവിടെ എത്തിയാലും നമ്മളെ ഈ ഒറിജിനൽ ഫിഗർ പോലെ തന്നെയല്ലേ ഉണ്ടാവുക. Ma'am. ഇനി ഞാൻ ഇവിടുന്നത് ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്താലും സെയിം ഫിഗർ ആയിരിക്കും. ഇവിടുന്ന് അത് ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്താലും സെയിം, ഇവിടുന്ന് ചെയ്താലും സെയിം, ഇവിടുന്ന് ചെയ്താലും സെയിം, ഇവിടുന്ന് ചെയ്താലും സെയിം. സോ എത്ര പ്രാവശ്യം നമ്മള് റൊട്ടേറ്റ് ചെയ്തു 360 ഡിഗ്രി ആകുന്നത് വരെ? 1 2 4. 3 4 5 6. 6 നമ്മള് റൊട്ടേറ്റ് ചെയ്താലും എന്ത് എന്ത് തന്നെ കിട്ടി? നമ്മളുടെ ഒറിജിനൽ ഫിഗർ തന്നെ കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്താണ് അതിന്റെ ഓർഡർ ഓഫ് റൊട്ടേഷണൽ സിമെട്രി വരുന്നത്? 6. 6. അതേപോലെ ആ സെയിം മെത്തേഡ് വെച്ചിട്ട് ട്രൈ ദ ഫോർത്ത് ക്വസ്റ്റ്യൻ, ഫോർത്ത് ആൻഡ് സിക്സ്ത് ക്വസ്റ്റ്യൻ ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കൂ. ആ ഫസ്റ്റ് ഹാൻഡ് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്തിട്ട് ആ സെക്കൻഡ് ഹാൻഡിന്റെ ഇടയ്ക്ക് എത്തിയാലും ആ സെയിം ഫിഗർ തന്നെയാണോ കിട്ടുന്നത് എന്ന് നോക്കുക. അതേപോലെ ആ സെക്കൻഡ് ഹാൻഡിൽ നിന്നും കുറച്ച് തേർഡ് ഹാൻഡിന്റെ ആ പൊസിഷനിലേക്ക് എത്തിയാലും കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ എന്ത് കിട്ടും നമ്മൾക്ക്? നമ്മളുടെ ഓർഡർ കിട്ടും. സിമിലർലി ട്രൈ ദ സെയിം മെത്തേഡ് ഫോർ ദ സിക്സ്ത് ക്വസ്റ്റ്യൻ. ഓക്കെ, ബാക്കിയെല്ലാം കറക്റ്റ് ആണ് കേട്ടോ. ഹന്നക്ക് ടെൻഷൻ ഉണ്ടോ ഇന്ന് എക്സാം എഴുതുന്നതിന്റെ? No, ma'am. എല്ലാം ഈസി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഹന. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. പ്ലീസ് ഡു ദ ഫോർത്ത് ആൻഡ് സിക്സ് ക്വസ്റ്റ്യൻ. ഐ എം ഹെൽപ്പിംഗ് യു. ഞാൻ ഹനനെ ഹെൽപ്പ് ചെയ്യാലോ. പ്ലീസ് ഡു ദ ഫോർത്ത് ക്വസ്റ്റ്യൻ. എത്രയാണ് ഓർഡർ ഓഫ് സിമെട്രി കിട്ടുന്നത് നോക്കൂ. മാം, ഫോർത്ത് വണ്ണിന് 3. 3. വെരി ഗുഡ്. അതേപോലെ ഡു ദ സിക്സ്ത് ക്വസ്റ്റ്യൻ. 5.
ഹായ് വെരി ഗുഡ്. ഓക്കെ, ഇത്രയും വേണ്ടു. സിമ്പിൾ ആണല്ലോ അല്ലേ? Yes, ma'am. എന്തൊക്കെ വന്നു? ഇവിടെ ഓർഡർ ഓഫ് റൊട്ടേഷൻ 2 വന്നു നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കാരണം എന്താണ്, നമ്മളിത് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ നമ്മൾക്ക് സെയിം ഫിഗർ കിട്ടും അല്ലേ? ആൻഡ് ഇഫ് യു അഗെയിൻ it will be original size. Okay, അതേപോലെ സെക്കൻഡ് ക്വസ്റ്റ്യന്റെ എന്ത് വന്നു? ഓർഡർ ഓഫ് റൊട്ടേഷൻ 2 ആണ്. ബിക്കോസ് ഓൺലി ദ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ അല്ലെ? എല്ലാ ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ നമുക്ക് പിന്നെ 4 കിട്ടട്ടീനും. ബട്ട് ഇറ്റ്സ് ഓൺലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ അല്ലെ? സോ എന്ത് കിട്ടി? ഓർഡർ ഓഫ് റൊട്ടേഷൻ 2 കിട്ടി. ഇനി മൂന്നാമത്തെ കേസിൽ ഓർഡർ ഓഫ് റൊട്ടേഷൻ 6 ആണ്. വൈ? ബിക്കോസ് ഇഫ് യു ആർ കൺസിഡറിംഗ് ദ ഫസ്റ്റ് പൊസിഷൻ, ഓക്കെ, ഈ സ്റ്റാറിന്റെ ഫസ്റ്റ് പൊസിഷൻ കൺസിഡർ ചെയ്താൽ തന്നെ, ആൻഡ് ഇഫ് യു ആർ മൂവിംഗ് ദിസ് പെർട്ടിക്കുലർ പൊസിഷൻ, യു ക്യാൻ മൂവ് ദ പൊസിഷൻ അപ് ടു 6 ടൈംസ്. ഓക്കെ, നിങ്ങൾക്ക് 360 ഡിഗ്രി ആകുന്നത് വരെ യു ക്യാൻ മൂവ് ദാറ്റ് പൊസിഷൻ അപ് ടു 6 ടൈംസ് ആൻഡ് ദ ഫിഗർ ലുക്സ് ലൈക്ക് ദി ഒറിജിനൽ ഫിഗർ. ഓക്കെ, അതുകൊണ്ട് എന്ത് വന്നു സ്റ്റാറിന്റെ കേസിൽ? ഓർഡർ ഓഫ് റൊട്ടേഷൻ ഇറ്റ് ഈസ് 6 അല്ലേ? യെസ്. അടുത്തത് എന്തായിരുന്നു? ഓർഡർ ഓഫ് റൊട്ടേഷൻ 3. എന്തുകൊണ്ട് ഓർഡർ ഓഫ് റൊട്ടേഷൻ 3 വന്നു? നമുക്ക് 3 ആംസ് ഉണ്ട് അല്ലേ? 3 ആംസ് ആണ് ഉള്ളത്. സോ ഇഫ് യു ആർ റൊട്ടേറ്റിംഗ് ദ ആംസ് 3 ടൈംസ്, യു ക്യാൻ റൊട്ടേറ്റ് ദ ആംസ് ടു ഫോം എ ഫിഗർ അല്ലെങ്കിൽ ടു ഫോം എ ഷേപ്പ് വിച്ച് ലുക്സ് എക്സാക്ട്ലി ലൈക്ക് ദി ഒറിജിനൽ ഫിഗർ അല്ലേ? നമ്മൾക്ക് 3 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യാം. അപ് ടു 360 ഡിഗ്രി ആകുന്നത് വരെ വി ക്യാൻ റൊട്ടേറ്റ് ദ ആംസ് 3 ടൈംസ് അല്ലെ? 3 പ്രാവശ്യം നമ്മൾ റൊട്ടേറ്റ് ചെയ്താൽ ദ ഫിഗർ ലുക്സ് എക്സാക്ട്ലി സെയിം ആസ് ദി ഒറിജിനൽ ഫിഗർ. അതേപോലെ നമ്മളുടെ ഫിഫ്ത്ത് വൺ എന്തായിരുന്നു? ഓർഡർ ഓഫ് റൊട്ടേഷൻ 4 ആണ് അല്ലെ? ബിക്കോസ് 4 ആംസ് ഉണ്ട്. ബോത്ത് ആർ ഈവൻലി സ്പേസ്ഡ് അല്ലെ? ഓൾ ദി 4 ആംസ് ആർ ഈവൻലി സ്പേസ്ഡ്. കാരണം സെയിം ആംഗിളിലാണ് ഉള്ളത് അല്ലെ? നോക്കിക്കോളൂ, ഇവിടെ എല്ലാം സെയിം ആംഗിൾ ആണ്. ദിസ് ഇസ് 90 ഡിഗ്രി, ദിസ് ഇസ് ഓൾസോ 90, ദിസ് ഇസ് ഓൾസോ 90, ദിസ് ഇസ് ഓൾസോ 90 ഡിഗ്രി അല്ലേ? സോ ഓൾ ദീസ് എന്താണ്? ഈ 4 these arms are 90 degree apart. So we have the order of rotation as 4. അഞ്ചാമത്തെ എന്തായിരുന്നു? ഇറ്റ്സ് എ പെന്റഗൺ. 6 പോയിന്റ് ഉള്ളതിന് പറയുന്ന പേരെന്താണ് ഹന? Hexagon. ഹെക്സഗൺ. 7 എണ്ണുള്ളതിനോ? Heptagon. 8 എണ്ണം? Heptagon. അത് 7. 8 8. ഒക്ടഗൺ. Octagon. ഓക്കെ, ഇതിലെന്തായിരുന്നു? ഓർഡർ ഓഫ് റൊട്ടേഷൻ ഇസ് 5 അല്ലേ? ഹനക്ക് മനസ്സിലായോ ഇവിടെ ആംഗിൾ എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ളത്? എങ്ങനെയായിരുന്നു ആംഗിൾ ഓഫ് സിമെട്രി കാണുന്നത്? How many arms? How many arms are here? 5 അല്ലേ? So 360 degree divided by 5. Okay. ഇവിടെ എന്താണ് വരുന്നത്? 4 ആണ് നിങ്ങളുടെ ഓർഡർ. സോ 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ 4. സോ ഇറ്റ് ബിക്കംസ് 90 ഡിഗ്രി അല്ലേ? അതേപോലെ ഇവിടെ എന്താണ് വരുന്നത്? 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ 3. സോ ഇറ്റ് ബിക്കംസ് 120 ഡിഗ്രി. ക്ലിയർ? ഇവിടെ എന്ത് വരും? 360 degree divided by 6. So it becomes 60 degree. Okay. അതേപോലെ ഇവിടെ ആണെങ്കിൽ 360 by 2. Which becomes 180 degree. ഇവിടെയും 180 degree. Because both the orders are same. Clear, Hannah? Yes, ma'am. Any mistake ആക്കോ? No, ma'am. Recorded class doubt ഉണ്ട്. എന്താണ്? ഡൗട്ട് ഉണ്ടെങ്കിൽ മാം റെക്കോർഡഡ് ക്ലാസ് നോ. അങ്ങനെയാണോ? പക്ഷെ ഇപ്പോൾ പറഞ്ഞതെല്ലാം ക്ലിയർ ആണോ? Yes, ma'am. Okay. Let's move on to the next question. Okay. ഇതാ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? യു ഹാവ് ടു മാച്ച് ദ കോളം എ ടു കോളം ബി. ഓക്കെ, കോളം എയിൽ എന്തൊക്കെയുണ്ട്? ഹാഫ് ടേൺ എന്താണെന്ന് ചോദിക്കുന്നു. എ ഹാഫ് ടേൺ മീൻസ് റൊട്ടേഷൻ ബൈ വാട്ട്. അടുത്ത എന്താണ്? എ ക്വാർട്ടർ ടേൺ മീൻസ് റൊട്ടേഷൻ ബൈ വാട്ട്. തേർഡ് വൺ എന്താണ്? എ കംപ്ലീറ്റ് ടേൺ മീൻസ് റൊട്ടേഷൻ ബൈ വാട്ട്. ഫോർത്ത് വൺ റെഗുലർ പോളിഗൺ ഹാവ് ഈക്വൽ എന്താണ് ചോദിക്കുക. സോ യു ഹാവ് ടൈം
please read the question carefully. Please go through the things in column A and column B and match it accordingly. Okay. Please do it, Hannah. മാം ഇത് എഴുതണമെന്ന് പറഞ്ഞാൽ മതിയോ നോക്കിയിട്ട്? എഴുതിക്കോളൂ. മാം ഹാഫ് ടേൺ എന്ന് പറഞ്ഞാൽ ആ 360 ഡിഗ്രിന്ന് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നതല്ലേ? ഹാഫ് ടേൺ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഹാഫ് 360 ഡിഗ്രി എന്ന് ഹാഫ് ടേൺ, അതേപോലെ 360 ഡിഗ്രി എന്ന് ക്വാർട്ടർ ടേൺ, കംപ്ലീറ്റ് ടേൺ. ഓക്കെ. മാം കഴിഞ്ഞു. ഒന്നും കൂടി നോക്കൂ. പ്ലീസ് ഗോ ത്രൂ യുവർ ആൻസേഴ്സ് വൺസ് അഗെയിൻ. മാം ഈ മാച്ച് ചെയ്യുമ്പം ആ ഓപ്പോസിറ്റ് ആയിട്ട് മാച്ച് ആവത്തില്ലേ? ആ സെയിം ആവില്ലല്ലോ. ആ ഓക്കെ. കുറച്ച് ആൻസേഴ്സ് സെയിം ആണല്ലേ? അത് സാധനം. No problem. Okay. But please go through your answers once again. Okay. മാം നോക്കി. Okay ആണോ? എല്ലാം ഓക്കെ ആണോ? യെസ് മാം. ഓക്കെ. ഇനി പറഞ്ഞോളൂ. A half turn means rotation by 180 ഡിഗ്രി. Okay, very good. A quarter turn means rotation by 90 ഡിഗ്രി. very good. A complete turn means rotation by 360 ഡിഗ്രി. very good. Regular polygon have equal സൈഡ്സ് ആൻഡ് ആംഗിൾസ്. ഓക്കെ. നമ്മൾ മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തൊക്കെ വരും? ഇതിങ്ങനെ വന്നു അല്ലേ? 1A 2 എന്താണ്? സി. ഓക്കെ. 3 ഡി. ഡി. ഓക്കെ. 4 ബി. ബി. ഓക്കെ. വെരി ഗുഡ്. ഓക്കെ ഹന. ഓക്കെ. ഇനി നമ്മൾക്ക് എന്താ ചെയ്യാമെന്നറിയോ? Okay, Hannah. How many symmetries? How many different types of symmetries are there? മനസ്സിലായില്ല. ഞാൻ ക്വസ്റ്റ്യൻ വെറുതെ ചോദിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഹൗ മെനി സിമെട്രീസ് ആർ ദർ? ഏതൊക്കെ സിമെട്രീസ് ആണ് ഈ ചാപ്റ്ററിൽ ഹന പഠിക്കുന്നത്? വെർട്ടിക്കൽ സിമെട്രി, പിന്നെ ഹൊറിസോണ്ടൽ സിമെട്രി, ഡയഗണൽ സിമെട്രി, പിന്നെയോ റിഫ്ലക്ഷൻ സിമെട്രി, സിമെട്രി, റൊട്ടേഷണൽ സിമെട്രി, റൊട്ടേഷണൽ സിമെട്രി വിത്ത് റേഡിയൽ ആംസ്. റേഡിയൽ ആംസ് അല്ലെ? ഹൊറിസോണ്ടൽ സിമെട്രി എന്ന് വെച്ചാൽ എന്താണ് ഹന? ചരിച്ചു വരയ്ക്കും. ഓക്കെ. ഹൊറിസോണ്ടലി ആയിട്ട് വരക്കുന്നത് അല്ലെ? നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ ഹൊറിസോണ്ടലി വരച്ചാൽ സിമെട്രിക് ആവുന്നത്. വാട്ട് ഈസ് മെൻ ബൈ വെർട്ടിക്കൽ സിമെട്രി? സ്റ്റാൻഡിംഗ് ലൈൻ. സ്റ്റാൻഡിംഗ് ലൈൻ ആയിട്ട് വരുന്നത്. ഓക്കെ. വാട്ട് ഈസ് മെൻ ബൈ ഡയഗണൽ സിമെട്രി? സ്ലാന്റിംഗ് ലൈൻ.
സ്ലാൻഡിംഗ് ലൈൻ വരുന്നത്. വാട്ട് ഈസ് മെൻ ബൈ റിഫ്ലക്ഷൻ സിമെട്രി, ഹന? ഒന്നിന്റെ അങ്ങനെ A4 ഷീറ്റ് മടക്കുക, ഈക്വൽ ആയിട്ട് മടക്കിയ അപ്പുറത്തെ ഇപ്പുറത്തെ സൈഡിന്റെ റിഫ്ലക്ഷൻ. റിഫ്ലക്ഷൻ ആയിട്ട് വരും. വാട്ട് ഈസ് മെൻ ബൈ റൊട്ടേഷണൽ സിമെട്രി, ഹന? ഒരു ഷേപ്പ് നമ്മൾ തിരിക്കുമ്പോഴും ഇത് തിരിക്കുമ്പോ സെയിം ഷേപ്പ് ആയിട്ട് മാറുന്നതിനെ റൊട്ടേഷണൽ സിമെട്രി എന്നത്. അത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നെങ്കിൽ അതിന്റെ മാക്സിമം ആംഗിള് എത്രയായിരിക്കും, ഹന? 360. 360 ഡിഗ്രി അല്ലേ? സോ വാട്ട് ഈസ് മെൻ ബൈ ആംഗിൾ ഓഫ് സിമെട്രി? Angle of symmetry means if we take a shape and we rotate it, its angle is called angle of. അല്ലെങ്കിൽ എന്താണ്, ഏത് ആംഗിളിലാണോ നമ്മൾക്ക് റൊട്ടേഷണൽ സിമെട്രി കിട്ടുന്നത് ആ ആംഗിൾ ആണ് എന്ത്, ആംഗിൾ ഓഫ് സിമെട്രി അല്ലേ? ഇപ്പം ആംഗിൾ ഓഫ് സിമെട്രി കാണേണ്ട ഫോർമുല എന്താണ്? ഇപ്പം 5 ആംസ് ഉണ്ടെങ്കിൽ, ഇഫ് എ പെർട്ടിക്കുലർ ഫിഗർ ഹാസ് 5 ആംസ്, 5 ആംസ് ഉണ്ടെങ്കിൽ അതിന്റെ ആംഗിൾ കാണേണ്ട ഫോർമുല എന്താണ്? 360 divided by 5. 5 അല്ലേ? സോ അത് എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല, പക്ഷെ മിക്ക കേസുകളിലും അങ്ങനെ തന്നെയായിരിക്കും കേട്ടോ ഉണ്ടാവുക. ഓക്കെ, ഇത് ഹനയുടെ ഫസ്റ്റ് എക്സാം ആണോ? No, ma'am. റിട്ടേൺ എക്സാം. No, ma'am. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ ഹനക്ക്? Yes, ma'am. നിങ്ങളുടെ ERP-യിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത് അല്ലേ? സോ ഹന ഫുൾ പ്രിപ്പയർഡ് ആണോ? മാം നേരത്തെ എന്താ പറഞ്ഞ, അപ്ലോഡ് എന്നാ ചെയ്യണ്ടേ? അല്ല, നിങ്ങൾക്കിത് ഓൺലൈൻ എക്സാം ആണല്ലോ. ആ, അത് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. പിന്നെ എന്തായിരുന്നു ഹന, ആയിട്ടില്ല നമ്മൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. സോ ഐ വിൽ ബി ആസ്കിങ് എ ഫ്യൂ മോർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പറയാം. ഓക്കെ, പിന്നെ നമ്മൾ ഇന്നലെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, വൈ ഡു സ്റ്റാർ ഫിഷ് ഹാവ് റേഡിയൽ സിമെട്രി എന്ന്. എന്തായിരുന്നു ആൻസർ? starfish have radial symmetry because it has 5 arms ഓക്കെ. to eat, to breathe, to swim, and to sense. Okay, to sense the enemies, to sense the എന്താണ് prey എല്ലാം ചെയ്യാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത്? The starfish has arms അല്ലേ? Other than starfish, what are the other aquatic animals which has radial arms അല്ലെങ്കിൽ which has radial symmetry other than starfish? jellyfish, Okay, octopus, yeah, okay, cucumber, sea cucumber, sea cucumber, sea cucumber, sea urchin അല്ലേ? Okay, so can you tell me the angle of symmetry of a flower petal which has 4 okay, can you tell me the angle of symmetry of a flower which has 4 petals? for Angle of symmetry. Angle ആണ് കണ്ടുപിടിക്കേണ്ടത് എനിക്ക്. ഡിഗ്രി. all angle of symmetry 360 degree divided by 4. ആംഗിൾ ഓഫ് സിമെട്രി എന്ന് പറയുമ്പോൾ എന്താണ്? 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ. ഓക്കെ, ഓർഡർ ഓഫ് റൊട്ടേഷൻ ആണ് 1 2 3 4 വരുന്നത്. ക്ലിയർ? ഓക്കെ, we'll continue asking questions for a few more minutes. Then, okay, can you tell me the angle of symmetry of a star which has 5 arms? 360 divided by 5.
എത്രയാണ് കിട്ടുന്നത് നോക്കൂ. 360 ഡിവൈഡഡ് ബൈ 5 എത്രയാണ്? 72. 2 degree. Very good. Okay. Also, find the angle of symmetry of a creature which has 3 arms. 120 degree. 120 degree. Okay. Similarly, find the angle of symmetry of a creature which has 8 arms. 45. Very good. Okay. പിന്നെന്താണ്? Find the angle of symmetry of a creature which has 6 arms. 60 degree. 60 degree. And find the angle of symmetry of a creature which has 2 arms. 17 degree. 2 arms. 2 arms ഉള്ളത് 360 degree divided by 180. 180 degree. Okay. Can you tell me the order of rotation of all the figures? ഞാൻ കേട്ടില്ല. ഇപ്പോൾ കുറെ ഞാൻ ഫിഗേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, 8 arms 6 arms എന്ന് പറഞ്ഞിട്ട്. അതിന്റെ എല്ലാം ഓർഡർ ഓഫ് റൊട്ടേഷൻ. ആ ഷേപ്സിന്റെയോ? നേരത്തെ വരച്ചല്ലേ? അല്ല ഞാൻ ഇപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, 8 armsലെ ക്രീച്ചറിന്റെ ഓർഡർ ഓഫ് റൊട്ടേഷൻ എത്രയായിരിക്കും? 8. 8 arms 8. ഓക്കെ. ഇനി 6 armsൻ്റെതാണെങ്കിലോ? 6. ഓക്കെ. ഒരു 3 armsൻ്റെതാണെങ്കിലോ? 3. 3. ഓക്കെ. What about the 2 arms? 2. വെരി ഗുഡ്. ഓക്കെ. സോ എല്ലാം ഇതാണല്ലോ. ഇനി ചാപ്റ്ററിൽ എവിടെയെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷനോ ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ ആണോ എല്ലാം? Is it all clear? Everything is clear? Yes, ma'am. Okay. So let's start with our exam. Okay. ഞാനിവിടെ ഷെയറിങ് സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ്. So I'm going to stop the share. ഇനി എനിക്ക് എക്സാം ഇത് ആക്ടിവേറ്റ് ആയിനോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് പറഞ്ഞു തരണം കേട്ടോ. I'm going Okay, to ma'am. activate the exam. Okay. Give me 2 minutes. Okay. Okay, ma'am. And the activity കേട്ടോ. Give me 2 minutes. Okay. ഇനി പറഞ്ഞോളൂ ഹന, ഈസ് യുവർ എക്സാം ആക്ടിവേറ്റഡ്? കാണുന്നുണ്ടോ ഹന്നക്ക് എക്സാം? ഒരു മിനിറ്റ്. Please check whether you got the question paper or not. ഞാൻ കിട്ടി.
കിട്ടിയോ? Then start doing the exam. Okay, Hannah? All the best. Okay? Thank you, ma'am. Okay. എല്ലാ ക്വസ്റ്റ്യൻസും എന്താണ്, പ്ലീസ് റീഡ് ദ ക്വസ്റ്റ്യൻസ് വെരി കെയർഫുള്ളി ആൻഡ് ആഫ്റ്റർ റൈറ്റിംഗ് ദി ആൻസേഴ്സ് പ്ലീസ് ഗോ ത്രൂ യുവർ ആൻസേഴ്സ്. ഓക്കെ? ശരിയാണോ എന്നുള്ളത്. ഓക്കെ? Okay, ma'am. ഓക്കെ. മാം ഇന്നത്തെ ഞാൻ ടേക്ക് എക്സാമിനകത്ത് ഞെക്കിയപ്പോ എനിക്ക് വ്യൂ ക്വസ്റ്റ്യൻ പേപ്പർ കാണിക്കുന്നത്. അതിനകത്ത് ഞെക്കട്ടെ? ഇതിനു മുന്നേയുള്ള എക്സാം പേപ്പറിൽ എങ്ങനെയായിരുന്നു ഹന്ന ഉണ്ടായിരുന്നത്? മാം അതിനകത്ത് ഞെക്കിയപ്പോഴേ ക്വസ്റ്റ്യൻ പേപ്പർ വന്നായിരുന്നു, പക്ഷെ ഇത് വേറെ കാണിക്കുന്നത്. ഓക്കെ, എന്നാ വ്യൂ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് നോക്കൂ, എന്താ വരുന്നത് നോക്കൂ. മാം ഇതിനകത്ത് ഞെക്കാൻ പറ്റത്തില്ല. എന്തു പറ്റി? ഇത് PDF ആയിട്ടാ ക്വസ്റ്റ്യൻ പേപ്പർ വന്നത്. അതെ, അങ്ങനെയാണ് വരുന്നത്. പക്ഷെ കഴിഞ്ഞ എക്സാമിനായിട്ട് ടിക്ക് ചെയ്യാനുള്ള പോലത്തെ ടൈപ്പ്. ടിക്ക് ചെയ്യാനായിരുന്നോ വന്നത്? യെസ് മാം. ഓക്കെ, ഗിവ് മി 1 second. ഓക്കെ. ഓക്കെ മാം. ഓക്കെ. ഹലോ ഹന? ഹലോ? യെസ് മാം. Hello. Yes, Hannah, can you please read the first question, Hannah? മാം 1 minute. Hmm. Hello? മാം 1 minute. Hmm. Okay. മാം ഇപ്പോഴും അങ്ങനെ കാണിക്കുന്നത്. എന്താണ് കാണിക്കുന്നത് ഹന? മാം ഇങ്ങനെ. എനിക്ക് കാണുന്നില്ലല്ലോ ഹന, ഒരു മിനിറ്റ്. എന്തായിരുന്നു കാണിക്കുന്നത് ഹന അവിടെ എക്സാം എഴുതാൻ നിൽക്കുമ്പോ? വ്യൂ ക്വസ്റ്റ്യൻ പേപ്പർ. അതെയോ, എന്നിട്ടോ?
മാം ഇപ്പൊ ടിക്ക് ചെയ്യാൻ വരുന്നില്ല. അതെ, ഒരു മിനിറ്റ്. മാം അതിൽ മറ്റേ അന്നേരം ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ അതില്? യെസ് മാം. എന്തായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹന? വിച്ച് ഓഫ് ദീസ് ലെറ്റേഴ്സ് ആർ ഹൊറിസോണ്ടൽ സിമെട്രി? അതെയോ? ഇത് ചെറിയൊരു ഇതിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു കേട്ടോ. ഒരു മിനിറ്റ്, ആർക്കും കൂടി ഒന്ന് വിളിച്ചു നോക്കട്ടെ കേട്ടോ. Give me 1 second. ഹലോ യെസ് ഹലോ മാം. ഹന. യെസ്, ഞാൻ വിളിച്ചു കേട്ടോ. പ്രശ്നം എന്ന് വെച്ചാൽ എന്താണെന്നറിയോ, നിങ്ങളുടെ മൂന്നാമത്തെ ഡേന്റെ റിട്ടേൺ എക്സാം നിങ്ങൾക്ക് ആൻസർ ഷീറ്റിലാണ് കേട്ടോ എഴുതേണ്ടത്, ബുക്കില്. ഓക്കെ, നിങ്ങളുടെ ഡെയിലി എക്സാം പോലെയല്ല കേട്ടോ ഇത്. ഇത് നിങ്ങളുടെ ബുക്കിൽ എഴുതിയിട്ട് അതിൽ അപ്ലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ടോ അവിടെ? കണ്ടോ? യെസ് മാം. ആ, അപ്പൊ നിങ്ങളുടെ ആൻസറിന്റെ ഫോട്ടോ എടുത്തിട്ട് അതിലേക്ക് അപ്ലോഡ് ചെയ്യണം കേട്ടോ, ഹന. And you have 30 minutes to complete his exam, okay? ഓക്കെ മാം. And the marks is out of 20. Okay. So all the best, Hannah. Please complete the exam, okay? ഓക്കെ മാം. Okay. Don't switch off the video, okay? Video off ആകുന്നതാണോ? നോ മാം. Okay. Then please write the exam. എല്ലാം ഈസി ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഒരു നല്ലൊരു ബുക്ക് എടുക്കുക, അതിൽ നിന്നൊരു നല്ല ഫസ്റ്റ് ഫ്രഷ് ആയിട്ടുള്ള ഒരു പേപ്പർ എടുക്കുക, ക്വസ്റ്റ്യൻ നമ്പർ ഇടുക, ആൻസേഴ്സ് എഴുതുക. ഓക്കെ, അതാണ് ഞാൻ ചോദിച്ചത് ഇതിനു മുമ്പ് ഈ റിട്ടേൺ എക്സാം എഴുതിയിട്ടുണ്ടോ എന്നുള്ളത്. ഓക്കെ, ഇത് നിങ്ങളുടെ ഡേ 3ന്റെ വർക്ക്ഔട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ എക്സാം ആണ് ഉണ്ടാവുക. ഓക്കെ, ക്ലിയർ? ഓക്കെ ഹന, പ്ലീസ് start the exam now. മാം Yes. മാം സെക്കൻഡ് ക്വസ്റ്റ്യനില് അതിനകത്ത് റേഡിയൽ ആംസും ആംഗിൾസും കണ്ടുപിടിക്കണം. Let me read the second question. Okay. Yes, how many angles of symmetry എന്നാണ് ചോദിക്കുന്നത്. എത്ര angles ഉള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. You don't have to find the value. How many are there? Okay.
മാം എന്തായിരുന്നു? മാം 8th ക്വസ്റ്റ്യനകത്തെ എല്ലാ ABC-ക്ക് മൂന്നെണ്ണം മൂന്നെണ്ണം വെച്ച് എഴുതണോ? ക്വസ്റ്റ്യനോ? ഗിവ് 3 എക്സാമ്പിൾസ്. വേണം. ഓൺലി വെർട്ടിക്കൽ സിമെട്രി ഉള്ളതും ഓൺലി ഹൊറിസോണ്ടൽ സിമെട്രിയും പിന്നെ ബോത്ത് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടലും വേണം. ഡ്രോവും ചെയ്യണം, ലേബലും ചെയ്യണം. ഓക്കെ ഓക്കെ ഹന. എല്ലാ ക്വസ്റ്റ്യൻസിനും 3 എക്സാമ്പിൾസ് വേണം, വീതം വേണം. മാം യെസ്. എനിക്ക് 9th ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. 9th ക്വസ്റ്റ്യൻ ആണോ? 9th ക്വസ്റ്റ്യൻ. റൈറ്റ് ഡൗൺ ദ സിമെട്രി പ്രോപ്പർട്ടീസ്, ലൈൻസ് ഓഫ് സിമെട്രി ആൻഡ് റൊട്ടേഷണൽ ഓർഡർ ഓഫ് ദി അപ്പം ലൈൻസ് ഓഫ് സിമെട്രി നിങ്ങൾക്ക് റെക്ടാങ്കിളിൽ എത്ര ലൈൻസ് ഓഫ് സിമെട്രി ഉണ്ട്, പിന്നെ അതിന്റെ ഓർഡറും എഴുതണം കേട്ടോ. അതേപോലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, റെഗുലർ ഹെക്സഗണിന് എത്ര ലൈൻസ് ഓഫ് സിമെട്രി ഉണ്ട്, അതിന് എത്രയാണ് ഓർഡർ എന്നുള്ളത്. അതേപോലെ ലാസ്റ്റ് പ്ലസ് സൈൻ. ഓക്കെ, എല്ലാം ഈസി അല്ലേ ക്വസ്റ്റ്യൻസ്? യെസ് മാം. ഓക്കെ.
എന്ത് പറ്റി ഹന? ഹലോ. മാം അപ്ലോഡ് ചെയ്യുക. Okay. Just go through your answers once again, okay? Hana, ഓക്കെ hello. മാം. അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ പ്ലീസ് ഗോ ത്രൂ യുവർ ആൻസേഴ്സ്, ഓക്കെ? ഓക്കെ മാം. മാം അപ്ലോഡ് ആയി. ഓക്കെ ഹന, എല്ലാം ഈസി ആയിരുന്നു എക്സാം? യെസ് മാം. ഓക്കെ, ഒന്നും കൂടി നോക്കിയായിരുന്നോ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ യെസ് മാം. ആൻസേഴ്സ് എല്ലാം? യെസ് മാം. ഓക്കെ. Okay then, Hannah. Thank you. Bye and good night. And we will meet again in the next session of the class. Okay. ബൈ മാം. Bye, Hannah. Good night.